പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അത് ഞാൻ നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. ഓ, സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, ദിനേശ് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോൾ ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചു പോവില്ലേ? ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അതെനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഇടത് ഭാഗത്തേക്ക് നോക്കണ്ട, കുറെ വഷളന്മാര് താമസിക്കുന്ന വീടാ അത്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വഷളന്മാരെന്ന് വെച്ചാ? മഹാവഷളന്മാര്, കള്ളുകൂടിയന്മാർ, കഞ്ചാവ് വലിയന്മാർ. കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി, അയ്യോ പാട്ട് ഏത് സിനിമയില്? ദ്രോഹികൾ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായര് പിടിച്ച പിള്ളേരുടെ പാട്ടാ. ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്. ഒന്ന് ചിരിച്ചേ. ഒച്ച ഫോട്ടോയില് കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ. വേണ്ട, തൊടണ്ട, പറഞ്ഞാ മതി. നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല, അതാണ് പ്രശ്നം. അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ടാ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്താ മതി. പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശം. അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ്. അല്ല, പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവേ? ടൈ കുറച്ചുകൂടെ ഒക്കെ ഒരു അത് വേണ്ട, ഈ ഫിഗറിന് ശരിയാവില്ല അല്ലേ? റെഡി റെഡി. സ്മൈൽ സ്മൈൽ സ്മൈൽ. റെഡി. ദ്രോഹികള് ഫാമിലി ആയിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും? മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാരബോധമൊക്കെ വേണ്ടേ? ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലേ? ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കണ്ടു? അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു. ചവിട്ടിയെങ്കിൽ ഞാൻ അറിയില്ലേ? സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും? ശരി, അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ തന്നെ ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നോ? പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു. ശോഭെ, ഞാനുണ്ടല്ലോ വളരെ ഡീസന്റാ. നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി. ഡീസന്റായ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ? എന്ത് നല്ല സിനിമയായിരുന്നു. എനിക്ക് സങ്കടമായിപ്പോയി. ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസം? അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ? അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗിയുണ്ടാവും. മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ, അതിലുണ്ടാവോ മേക്കപ്പ്? സിനിമാ നടന്മാരല്ലേ, എപ്പോഴും കാണും മേക്കപ്പ്. എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ, സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ചുമ്മാ. സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. നമുക്ക് കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്. ഫാക്ടറി പണിയെടുക്കാം, അന്തസ്സുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പാ. എന്തൊക്കെയായി പറയുന്നത്? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്. മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? ഓ, ഇന്നലത്തെ അത് നന്നായിരുന്നു. ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേശേട്ട് നോക്കിയിരിക്കായിരുന്നു. അപ്പോഴാ ഈ ഡിന്നർ ഒത്തു കിട്ടിയത്.
പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാണ് കേൾക്കുന്നത്. ഏ? ഈ സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. അപ്പൊ നേരം വെളുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഹേയ്, ഇപ്പൊ പെട്ടെന്ന് ഓർത്തു. അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങള്? ആരോപണമല്ല, സത്യം. നടന്മാരൊക്കെ മഹാമദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. ഏ? എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോഡ്ക വിളമ്പുമല്ലോ. നോണ നോണ. സത്യമായിട്ടും അല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആഹാ. ആ, മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. സംസ്ഥാനത്തെ 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചു. തെക്കൻ സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? അതെ. ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ ഇളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തോടെ പോടോ. ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ നന്നായിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നുമല്ല ഇത്. പിന്നെ എന്റെ മുഖ ഇത് മതിയോ? നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് ആ, കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനതെടുത്തത് നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. കൊണ്ടുപോടോ. ഈ റമ്മി ഇങ്ങനെ വില കയറിപ്പോ നമ്മൾ രണ്ടുപേരും പാട്ടിയടിക്കുന്ന എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഫോട്ടോ ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ? സാറേ, കൂമ്പ് കരിഞ്ഞു പോകും. ജോസേ, ദിനേശ, താനിവിടെ? എന്തൊരു മായാജാലം! അയ്യോ, കള്ള, കുടിയില്ല, വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന.
അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അതെ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇത് ഇപ്പോ എപ്പോ? ഇപ്പോ ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാം എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാടോ ദിനേശ. കുടിച്ച് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച് സർ. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണോ ദിനേശ? ആണോ? നീ വാ. നീ വാട കുട്ടി. മോഹൻലാൽ സുന്ദരൻ ഞാനാണോ? എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? ഫോട്ടോ അയാളോട് പോവാൻ പറ ദിനേശ. ഞാനില്ലേ ഇവിടെ? സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ആ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നമാണ്. സ്റ്റെപ്പ് ഉണ്ട്. പതുക്കെ പതുക്കെ. ശബ്ദം ഉണ്ടാകും. ശബ്ദം ഉണ്ടാകും. ദിനേശ, എന്താ സാറേ? നിന്നെയല്ലടാ വാല് തുറക്കാൻ. മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ. അയ്യോ, എന്റെ മോനെ എന്ത് പറ്റി? ദിനേശേട്ടാ, മോനെ ദിനേശാ ഇത്. അമ്മ തലക്കുളം സാറേ, എന്റെ ദൈവമാണ് അമ്മ. കുഞ്ഞിന് എന്ത് പറ്റി? അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴട്ടെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? ഇറങ്ങി പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവന് ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. തോൻ തൊലഞ്ഞു പൊട്ടി. ഇറങ്ങി പോടോ. ഇനി പടി കിടക്കരുത്. എന്താ